കോഴിക്കോട് താമരശ്ശേരിയിൽ ഓട്ടോ ഡ്രൈവർ തൂങ്ങി മരിച്ച നിലയിൽ താമരശ്ശേരി സ്വദേശി മുരളീധരനാണ് മരിച്ചത്. താമരശ്ശേരി പഞ്ചായത്ത് ഓഫീസിന്റെ ഗോവണിപ്പടിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയായിരുന്നു. മുരളീധരന്റെ ഓട്ടോയുടെ വായ്പ തിരിച്ചടവ് മുടങ്ങിയിരുന്നു. ഇന്നലെ ഫൈനാൻസ് കമ്പനി പ്രതിനിധികൾ ഓട്ടോ സ്റ്റാൻഡിലെത്തി ഭീഷണിപ്പെടുത്തിയെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. എസ് അനീഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അനീഷ്, ഏറെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. പ്രത്യേകിച്ചൊരു ഓട്ടോ തൊഴിലാളി ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം, ഓട്ടോയുടെ വായ്പ പോലും തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ടോം, ഒരു പ്രമുഖ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും മുരളീധരൻ വായ്പ എടുത്തിരുന്നു ഓട്ടോറിക്ഷയുടെ ആവശ്യങ്ങൾക്കൊക്കെയായി. പക്ഷേ 3 തവണയായി ആ പണം തിരിച്ചടയ്ക്കാൻ കഴിയാതെ, അതായത് കഴിഞ്ഞ 3 അടവ് മുടങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഇതേ തുടർന്ന് ഈ ധനകാര്യ സ്ഥാപനത്തിന്റെ ആളുകൾ, ജീവനക്കാർ സ്റ്റാൻഡിലും വീട്ടിലും എത്തുകയും മുരളീധരനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാണ് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പറയുന്നത്. ഇതേ തുടർന്ന് വലിയ മാനസിക സംഘർഷത്തിൽ കൂടിയായിരുന്നു മുരളീധരൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നാണ് ഇന്ന് രാവിലെ താമരശ്ശേരി പഞ്ചായത്ത് ഓഫീസിന്റെ ഗോവണിപ്പടിയിൽ ഇദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ. പഞ്ചായത്ത് ഓഫീസിന് തൊട്ട് മുമ്പിലുള്ള ഓട്ടോ സ്റ്റാൻഡിലാണ് ഇദ്ദേഹത്തിന്റെ വാഹനം ഇട്ട് ഓടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആവാം ഒരുപക്ഷെ പഞ്ചായത്ത് ഓഫീസിന്റെ മുൻവശത്ത് തന്നെ, അല്ലെങ്കിൽ അതിന്റെ ഗോവണിയിൽ തന്നെ അദ്ദേഹം ജീവൻ ഒടുക്കിയതെന്നാണ് കരുതുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങളാണ് താൻ ജീവൻ ഒടുക്കാൻ കാരണമെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഒരു ആത്മഹത്യാ കുറിപ്പ് മുരളീധരന്റെ പക്കൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ മൊഴി ശേഖരിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുനൽകും. ഇതിനുശേഷമാവും വിശദമായി ഇക്കാര്യത്തിൽ മൊഴി രേഖപ്പെടുത്തുകയും ഈ ജീവനക്കാരായ ആളുകൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ മുരളീധരനുമായി ഇവർ നടത്തിയ സംസാരങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഭീഷണികൾ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കും. ഇതിനുശേഷം കൃത്യമായും ഈ സ്വകാര്യ സാമ്പത്തിക സ്ഥാപനത്തിലെ ജീവനക്കാരാണ് ഈ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് മരണത്തിന് കാരണമായത് എന്ന് കണ്ടെത്തിയാൽ ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ചുമത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ പ്രാഥമികമായ നടപടിക്രമങ്ങൾ പോലീസ് പൂർത്തിയാക്കിയിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം കൈമാറും. ഇതിനുശേഷമാവും ബാക്കി നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുക. അങ്ങനെ ആത്മഹത്യക്കുറിപ്പോ മറ്റോ കണ്ടെത്തിയിട്ടുണ്ടോ? അതിൽ ആരുടെങ്കിലും പേരോ പരാമർശങ്ങളോ ഉണ്ടോ? പ്രത്യേകിച്ചും ഈ ഒരു ഫൈനാൻസ് സ്ഥാപനം ഓട്ടോ സ്റ്റാൻഡിലെത്തി ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട്. ഇതിൽ ഈ മറ്റു ഓട്ടോ തൊഴിലാളികളടക്കം ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് വ്യക്തമായ മൊഴി നൽകിയിട്ടുണ്ടോ? തീർച്ചയായും അത്തരമൊരു ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. സാമ്പത്തിക ബാധ്യതകളാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായ ചില പ്രശ്നങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഭീഷണികളാണ് ഈ ഒരു മരണം തെരഞ്ഞെടുക്കാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് മുരളീധരൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ എന്താണ് കൃത്യമായ വാക്കുകൾ എന്നതിനെ കുറിച്ച് പോലീസ് ഇപ്പോഴും വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ആത്മഹത്യാക്കുറിപ്പ് കിട്ടി എന്നതും സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായ പരാമർശങ്ങൾ ഉണ്ട് എന്നതും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സുഹൃത്തുക്കളും പോലീസിന് മൊഴി നൽകിയത്. ഈ ഓട്ടോ സ്റ്റാൻഡിൽ ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ജീവനക്കാരെത്തി പണം തിരിച്ചടവുമായി ബന്ധപ്പെട്ട് ഭീഷണി മുഴക്കിയെന്ന് പറയുന്നത്. ഒപ്പം വീട്ടിലും ചെന്നിരുന്നു. കഴിഞ്ഞ 3 തവണകളാണ് അദ്ദേഹത്തിന് മുടങ്ങിയത്. ഈ 3 തവണകൾ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി നിലവിൽ തന്നെ അദ്ദേഹം നേരിടുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ പണം തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരികയും ചെയ്തത്. എന്തായാലും നിരവധി ഇടങ്ങളിൽ ഇത്തരം അനീഷ്, ഈ ഓട്ടോയുടെ വായ്പ അടയ്ക്കുന്നതിനപ്പുറം, തിരിച്ചടയ്ക്കുന്നതിനപ്പുറം മറ്റേതെങ്കിലും സാമ്പത്തിക പ്രശ്നമാണ് ഇത്? അവർ ജപ്തി ചെയ്തു പോയാലും അദ്ദേഹത്തിന് മുന്നോട്ട് ജീവിക്കാൻ കഴിയുന്ന മറ്റു സാഹചര്യം ഉണ്ടായിരുന്നോ? അതല്ലെങ്കിൽ മറ്റത് വലിയ രീതിയിലുള്ള ഒരു കടബാധ്യത മുരളീധരനെ അലട്ടിയിരുന്നോ? അത്തരമൊരു വലിയ അതിഭീകരമായ ഒരു കടബാധ്യതയെ കുറിച്ചൊന്നും ഇപ്പോഴും കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല. ബന്ധുക്കളും ഈ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരങ്ങൾ പോലീസിന് നൽകിയിട്ടില്ല. പക്ഷേ സാമ്പത്തികപരമായ ചില ബാധ്യതകൾ, അല്ലെങ്കിൽ ചില പ്രതിസന്ധികൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ അദ്ദേഹം കൃത്യമായ രീതിയിൽ തന്നെ ഈ അടവ് നടത്തിയിരുന്നതാണ്. മറ്റെന്ത് ചെലവുകൾക്കായി പണം മാറ്റിയില്ലെങ്കിൽ പോലും ഈ ഓട്ടോറിക്ഷയുടെ ഒപ്പം ഉള്ള ഈ തവണ വ്യവസ്ഥയിലുള്ള ഈ പണമിടപാടുകാർക്ക് കൃത്യമായി അദ്ദേഹം അടച്ചിരുന്നതാണ്. പക്ഷെ കഴിഞ്ഞ 3 മാസമായി അദ്ദേഹത്തിന് ആ പണം അടയ്ക്കാൻ കഴിയാത്ത വിധം ഒരു ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങി. നമുക്കറിയാം, ഇപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് ഓടിച്ചാൽ കിട്ടുന്ന വരുമാനങ്ങളൊക്കെ പലപ്പോഴും വ്യത്യാസങ്ങൾ ഉണ്ടാവാം. തെരഞ്ഞെടുപ്പ് കാലമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പലവിധ കാരണങ്ങളാവാം ഒരുപക്ഷെ ഈ അദ്ദേഹത്തിന് തൊഴിൽ പരമായി ഒരു ലാഭം ഉണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോവുകയും ഈ കടം അടയ്ക്കാൻ കഴിയാതെ വരികയും ചെയ്ത്. എന്തായാലും ഈ കടം അടയ്ക്കാൻ കഴിയാതെ വന്നതോടുകൂടി ഈ സ്റ്റാൻഡിൽ നിരന്തരമായി ഈ ജീവനക്കാർ
കയറി ഇറങ്ങുന്നു, വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുന്നു. ഇത്തരമൊരു സമ്മർദ്ദം അദ്ദേഹത്തിന് വലിയ തോതിൽ ഈ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായി നിരന്തര പോക്കുവരവുകൾ ഉണ്ടാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മരണമുണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ സുഹൃത്തുക്കൾ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു, ഈ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ വന്നിരുന്നു, അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു, ആ ഭീഷണിയെ തുടർന്നാണ് ഈ മരണം സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും അത് ഒരു ബലം പകരുന്ന രീതിയിലുള്ള ആത്മഹത്യാ കുറിപ്പ് കൂടി പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലായി വലിയ പേരുകേട്ട ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ ഇതുപോലെ തന്നെ ആളുകൾക്ക് പണം വായ്പ നൽകുകയും പിന്നീട് തിരിച്ചടവ് മുടങ്ങുമ്പോൾ വലിയ ഭീഷണികളുമായി മുന്നോട്ട് പോവുക, വീട്ടിനുള്ളിൽ പോയി ഭീഷണിപ്പെടുത്തുക, ഈ ഭാര്യയും മക്കളുടെയും ഒക്കെ മുന്നിൽ വെച്ച് ഭീഷണിപ്പെടുത്തുകയും ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടാവാറുണ്ട്. ആദ്യഘട്ടത്തിൽ വായ്പ തരാൻ നിൽക്കുമ്പോൾ ഈ ഇടപാടുകാരെ അങ്ങോട്ട് പോയി തെരഞ്ഞു കണ്ടുപിടിക്കുന്ന സൂചിപ്പിച്ചതുപോലെ പല സ്വകാര്യ ഫിനാൻസ് സ്ഥാപനങ്ങളും ഗുണ്ടായിസമാണ് കാണിക്കുന്നത്. ആളുകളെ മാനസികമായും ശാരീരികമായും കൈകാര്യം ചെയ്യുന്ന, ചൂഷണം ചെയ്യുന്ന അവസ്ഥ പോലുമുണ്ട്. ഒരുപക്ഷെ മുരളീധരൻ അതുപോലുള്ള ഒരു വലിയ മാനസിക പ്രയാസത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. ആ ഭീഷണി അദ്ദേഹത്തിന് താങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. ഉറപ്പായും ഈ സ്ഥാപനത്തിനെതിരെ, കുറ്റക്കാർക്കെതിരെ കർശന നടപടിയാണ് സ്വീകരിക്കേണ്ടത്.